അഹമ്മദാബാദിൽ തകർന്നു വീണ വിമാനത്തിന്റെ മുൻവശത്തെ ബ്ലാക്ക് ബോക്സിലെ ക്രാഷ് പ്രൊട്ടക്ഷൻ മൊഡ്യൂൾ കണ്ടെടുത്തിരിക്കുകയാണ്. മെമ്മറി ബോക്സിലെ ഡാറ്റ ഡൗൺലോഡ് ചെയ്തുവെന്നും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കോക്പിറ്റ് വോയിസ് റെക്കോർഡും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡും പരിശോധിക്കുന്നത് പുരോഗമിക്കുകയാണ്. അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, നേരത്തെ ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ചൊക്കെയുള്ള വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ ഡാറ്റ മൊഡ്യൂൾ, ഈ ക്രാഷ് പ്രൊട്ടക്ഷൻ മൊഡ്യൂൾ, അത് സംബന്ധിച്ച് ഇനിയുള്ള സാങ്കേതിക പരിശോധനകൾക്കൊക്കെ എത്രത്തോളം വേഗം വയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു കണ്ടെത്തൽ? പ്രജീഷ്, ഈ വിവരങ്ങൾ ശേഖരിക്കുന്നതും അതുപോലെ തന്നെ അത് പരിശോധിച്ച് എങ്ങനെ ഈ അപകടം ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഇനി കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കും. അതായത് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ അതിൻ്റെ മറ്റ് പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കി എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു, അതിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലും അതിലൂടെ പിന്നീട് DGCAയ്ക്കും അതുപോലെ വ്യോമയാന മന്ത്രാലയത്തിനും സാധിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്ന കാര്യം. ഈ ബ്ലാക്ക് ബോക്സിനകത്ത് തന്നെയാണ് ഈ ക്രാഷ് പ്രൊട്ടക്ഷൻ മോഡ്യൂൾ ഉള്ളത്. അതായത് വലിയ പൊട്ടിത്തെറിയോ അഗ്നിബാധയോ അതല്ലെങ്കിൽ വിമാനം ഇടിച്ചിറങ്ങുന്ന സമയത്തുണ്ടാകുന്ന ഇമ്പാക്റ്റോ വെള്ളത്തിലേക്ക് വീഴുമ്പോഴോ ഒക്കെ തന്നെ അതിലെ നിർണായക വിവരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കരുതി വെക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഈ ക്രാഷ് പ്രൊട്ടക്ഷൻ മോഡ്യൂൾ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാവുക. അതിനകത്ത് തന്നെയുള്ള മെമ്മറി മോഡ്യൂളും വീണ്ടെടുത്തു. അതിനകത്തെ നിർണായക വിവരങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തു എന്നുള്ള കാര്യമാണ് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഡൗൺലോഡ് ചെയ്ത വിവരങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഉണ്ട്. അതായത് പൈലറ്റുമാർ എന്താണ് സംസാരിച്ചത്, ATCയുമായിട്ടും ഈ ATC പറയുന്ന സമയത്ത് ഈ വിമാനത്താവളവും അധികൃതമായിട്ടെല്ലാം തന്നെ ആശയവിനിമയം നടത്തിയ വിവരങ്ങൾ എന്താണ്, അതുപോലെ അവർ എന്തൊക്കെ ഉപകരണങ്ങൾ വിമാനത്തിനകത്ത് പ്രവർത്തിപ്പിച്ചു തുടങ്ങിയ ഡാറ്റകൾ ഇപ്പോൾ വീണ്ടെടുത്തിട്ടുണ്ട്. അത് വിശദമായി തന്നെ വിശകലനം ചെയ്യുന്നു, പരിശോധിക്കുന്നു. അതിലൂടെയായിരിക്കും ഇനി എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.